ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരാഴ്ചയായിട്ട് എനിക്ക് ശബ്ദമില്ലായിരുന്നു, തൊണ്ടയ്ക്കൊരു ഇൻഫെക്ഷൻ വന്നിട്ട്. ഇന്നാണ് അല്പമെങ്കിൽ ശബ്ദം വന്നത്. അതുകൊണ്ട് ഞാൻ നേരത്തെ എടുത്ത് വെച്ച ഒരു വീഡിയോയ്ക്ക് ഇന്ന് ഞാൻ വോയിസ് ഓവർ കൊടുത്ത് പോസ്റ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വളരെ കളർഫുള്ളും അതേസമയം ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ ഏത്തക്കയും ബീട്രൂട്ടും ഉരുളക്കിഴങ്ങുമാണ് എടുത്തിട്ടുള്ളത്. മിക്സ്ഡ് വെജിറ്റബിൾസ് കൊണ്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണ് തയ്യാറാക്കുന്നത്. ഇത് മൂന്നും ഞാൻ മെഴുക്കുവരട്ടിക്ക് അരിയുന്നത് പോലെ കഴുകി വൃത്തിയാക്കി കനം കുറച്ച് അരിഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ ബീട്രൂട്ടിനാണല്ലോ കുറച്ച് വേവ് കൂടുതലുള്ളത്. അതുകൊണ്ട് ഞാൻ ബീട്രൂട്ട് നേരത്തെ ഒരു കുക്കറിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് കുക്കറിൽ ഒരു 3 വിസിലിന് വേവിച്ചെടുക്കുന്നുണ്ട്. ബീട്രൂട്ടിന് കുറച്ച് വേവ് കൂടുതലാണ് മറ്റ് രണ്ടെണ്ണത്തിനെ അപേക്ഷിച്ച്. അപ്പോൾ അത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. അതേസമയത്ത് ഒരു കടായിലേക്ക് ഉരുളക്കിഴങ്ങും അതുപോലെ ഏത്തയ്ക്കയും കൂടെ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുത്ത് കൂടെ തന്നെ അതിനാവശ്യമായിട്ടുള്ള ഉപ്പും മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മൂടി വെച്ച് ഒരു 3 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെ വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കാം. ഇതിനായിട്ട് ഒരു 10 ചുവന്നുള്ളി ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ട് ഇതുപോലെ ഇടിക്കലിലിട്ട് ചതച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 5-6 വെളുത്തുള്ളിയും ഇടികല്ലിട്ട് ചതച്ച് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഇരുമ്പ് ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ റെസിപ്പി ഇഷ്ടമായി ആദ്യം തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. പുതിയ ഫ്രണ്ട്സ് ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. ഇനി ആ ഉള്ളി ഒന്ന് പെട്ടെന്നൊന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊരു ഇളം ബ്രൗൺ കളറായിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നത് വരെയും നമുക്കിത് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. അതായത് വറ്റൽമുളക് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്, പൊടിയാകാതെ ഒന്ന് ചതച്ചെടുത്തതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ്. ഇതെല്ലാവരുടെ വീട്ടിലും സാധാരണ നമ്മൾ കാണുന്നതാണല്ലോ. അപ്പോൾ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം പോകുന്നവരെ നമുക്ക് ആ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി പിന്നീട് ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ആ ബീട്രൂട്ട് കഷ്ണങ്ങളും അതുപോലെ തന്നെ ഏത്തയ്ക്ക ഉരുളക്കിഴങ്ങ് വേവിച്ച കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുത്ത് എണ്ണയിൽ മീഡിയം ഫ്ലെയിമിലിട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റി നമ്മൾ ഇതൊരു മെഴുക്കുവരട്ടിയാക്കിയിട്ട് എടുക്കണം. ഇത് മൂന്നും ഇങ്ങനെ ബീട്രൂട്ട് നമ്മൾ നേരത്തെ തനിച്ച് വേവിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇതിൻ്റെ കളറ് മറ്റ് വെജിറ്റബിൾസുമായിട്ട് മിക്സായി പോകും. അപ്പോൾ കാണാനൊരു ഭംഗി കാണത്തില്ല, എല്ലാം ഒരേ കളറിലായി പോകും. അപ്പോൾ ഇങ്ങനെ നമ്മൾ വേവിച്ചെടുക്കുകയാണെങ്കിൽ ബീട്രൂട്ട് നമുക്ക് വേറെ തന്നെ ആ ബീട്രൂട്ടിൻ്റെ ആ കളറിൽ തന്നെ നമുക്കത് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മളിങ്ങനെ എണ്ണയിലിട്ട് ഇങ്ങനെ വഴറ്റി എടുക്കണം. അപ്പോൾ വളരെ രുചികരമാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണ്. നമ്മൾ സാധാരണ ഓരോന്നും സെപ്പറേറ്റ് മെഴുക്കുവരട്ടികളാണ് തയ്യാറാക്കുന്നത്. ഇതുപോലെ ഒന്ന് നിങ്ങൾ തയ്യാറാക്കി നോക്കണം. ഇനി ഈ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് ഇതുപോലെ വഴന്ന് വരുമ്പോൾ നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂടി വെച്ച് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം. ഇനി ഇത് നമ്മൾ ഇതിലേക്ക് അവസാനമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇവിടെ രുചികരമായിട്ടുള്ള ഒരു ബീട്രൂട്ട് ഏത്തയ്ക്ക ഉരുളക്കിഴങ്ങ് മിക്സ്ഡ് വെജിറ്റബിൾ മെഴുക്കുവരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.